ബി ഹൗസിൽ ഇന്ന് വൻ അടി നടക്കുന്നുണ്ടെന്ന് പ്രോമോയിൽ തന്നെ വ്യക്തമാണ്. ആരെയാണ് അടിക്കുന്നത്, ആർക്കാണ് അടി കൊള്ളുന്നത് എന്നൊക്കെ ഇന്നത്തെ ലൈവ് കണ്ടാലേ മനസ്സിലാവും. ഒരു നേരത്തെ ഫുഡിനു വേണ്ടി കരഞ്ഞവർ ഇന്ന് അതേ ഫുഡ് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും എറിഞ്ഞാണ് പകവീട്ടുന്നത്. ഹൗസിനുള്ളിൽ രാവിലെ തന്നെ വഴക്കാണ്. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയിട്ടുള്ള വഴക്ക് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഇന്നലെ നിവിൻ അനുമോളുമായി അടിയുണ്ടാക്കിയിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമൊഴിക്കലും ബെഡിലേക്ക് വെള്ളമൊഴിക്കലും ഒക്കെ കണ്ടിട്ടുണ്ടാവും എല്ലാവരും. ബിഗ് ബോസ് സംഭവബഹുലമാക്കാൻ വേണ്ടി തന്നെയാണെന്ന് തോന്നുന്നു ഈ 3 ക്യാപ്റ്റൻസിനെയും ഒരുമിച്ച് ഇറക്കിയിട്ടുള്ളത്. 3 പേരും തനി റൗഡികളെ പോലെയാണ് പെരുമാറുന്നത്. നിവിനെ ഇങ്ങനെ പിരികേറ്റി മൂട്ടിൽ തിരികൊളുത്തി പുറത്തിറക്കി വിടുന്നത് തന്നെ മറ്റ് ക്യാപ്റ്റൻസ് ആയിട്ടുള്ള ആര്യനും അക്ബറുമാണ്. രാത്രി അനുമോൾ കിടക്കാൻ ബെഡില്ലാത്തത് കൊണ്ട് സോഫ നീക്കി കിടക്കുന്നതൊക്കെ കണ്ടിരുന്നു. അനുമോൾ എന്ത് ചെയ്താലും ഡ്രാമയാണെന്ന് അക്ബർ പറയാറുണ്ട്. ഇവൾക്ക് തന്നെ കപ്പ് കൊടുത്തു വിട്ടേക്കാം എന്ന് അക്ബറും ആര്യനും സംസാരിക്കുന്നുണ്ട്. അനുമോളെ ശരിക്കും നെവിൻ ബുള്ളി ചെയ്യുകയാണെന്ന് അറിയാത്തവരല്ല ആര്യനും അക്ബറും. അനുമോൾ തിരിച്ചടിക്കുകയോ ഷാനവാസ് അതിൽ ഇടപെട്ട് നെവിനെ അടിച്ച് ഷാനവാസ് പുറത്താവുകയോ ചെയ്താൽ ആര്യനോ അക്ബറിനോ കപ്പടിക്കാമെന്നായിരിക്കും വിചാരം. അനീഷിനൊന്നും ഈ ആഴ്ച കാര്യമായി സ്ക്രീൻ സ്പേസ് ലഭിച്ചിട്ടില്ല. ഇവർ മനഃപൂർവ്വം സ്ക്രീൻ സ്പേസ് കൊടുക്കാത്തതാണ്. ഇന്ന് ഇവരെ എതിർത്തുകൊണ്ട് അനീഷും രംഗത്തെത്തുന്നുണ്ട്. ആരെയും നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് നൂറ വഴക്കടിക്കുന്നുണ്ട്. നൂറയ്ക്ക് ഗുളിക കൊടുത്തിട്ടില്ല. നൂറയ്ക്കെതിരെ നെവിൻ തിരിഞ്ഞാൽ ആദില തന്നെ മിക്കവാറും നെവിനെ അടിച്ചു പുറത്തു പോകാൻ ചാൻസ് ഉണ്ട്. ഇത്തവണത്തെ ക്യാപ്റ്റൻസി വൻ പരാജയമായിരിക്കുകയാണ്. ടൈമിന് ഫുഡ് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കഴിഞ്ഞ സീസണിലെ റോക്കി ഉണ്ടായിരുന്നെങ്കിൽ നെവിൻ്റെ പല്ല് എപ്പോഴോ അടിച്ച് താഴെ ഇട്ടേനെ. എന്തായാലും ഇന്ന് ആരും ലൈവ് മിസ് ചെയ്യരുത്. വൻ അടിയാണ് നടക്കുന്നത്. എപ്പിസോഡിൽ വരുമ്പോൾ ബിഗ് ബോസ് അതെല്ലാം മുക്കും. അതുകൊണ്ട് ലൈവ് കാണണേ.